നമസ്കാരം. നിലവിൽ നിരവധി പെൻഷൻ പദ്ധതികൾ രാജ്യത്തുണ്ട്. നിലവിലെ പെൻഷൻ പദ്ധതിയിലേക്ക് സ്വമേധയാ ആളുകൾ പണമടയ്ക്കുകയും 60 വയസ്സിന് ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തി രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്കാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നടപടി ആരംഭിച്ചത്. നിർമ്മാണ തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, സ്വയം തൊഴിലുകാർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് നിശ്ചിത തുക ക്ഷേമനിധിയിൽ അടച്ച് 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട്. പുതിയ പദ്ധതിയിൽ പ്രത്യേക ജോലിയിൽ ഏർപ്പെടാത്തവർക്കും ചേരാനാവും എന്നതാണ് പ്രത്യേകത. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ എല്ലാ പൗരന്മാർക്കും മിനിമം പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അനുവദിക്കുന്നത്. അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. നിലവിൽ വിവിധ മേഖലകളിൽ ഉള്ള പെൻഷൻ പദ്ധതികളെ പുതിയ പെൻഷൻ പദ്ധതിയിൽ ലയിപ്പിക്കുകയും 60 വയസ്സാകുമ്പോൾ എല്ലാ പൗരന്മാർക്കും മിനിമം പെൻഷൻ ഉറപ്പാക്കുകയും ചെയ്യും. എന്നാൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ദേശീയ പെൻഷൻ പദ്ധതി എന്നിവ പുതിയ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല. ഇസ്രാം പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. പദ്ധതിയുടെ പൂർണ്ണരൂപം ഇതുവരെ ആയിട്ടില്ല. രജിസ്റ്റർ ചെയ്യുന്ന വിധം വീഡിയോയായി നമ്മുടെ ചാനലിൽ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നതുവരെ ബൈ.